സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഇരുണ്ട നാളുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അടിയന്തരാവസ്ഥയുടെ നടുക്കുന്ന ഓർമ്മകൾക്ക് 4 പതിറ്റാണ്ട്. 1975 ജൂൺ 25-ന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഇന്നത്തെ തലമുറയ്ക്ക് ചരിത്രം മാത്രമാണെങ്കിൽ അതിനിരയായ ആയിരക്കണക്കിന് പീഡിതർക്ക് നഷ്ടമായത് തങ്ങളുടെ ജീവിതമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അനേകം പേർ തടവിൽ കഴിഞ്ഞ പഴയ ശാസ്തമംഗലം ക്യാമ്പിൽ നിന്ന് ഈ വാർത്ത തയ്യാറാക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ചരിത്ര നിയോഗമാകാം. अब आप प्रधानमंत्री श्रीमती इंदिरा गांधी का राष्ट्र के नाम संदेश सुनिए. The President has proclaimed emergency. This is nothing to panic about. I am sure you are all conscious of the deep and widespread conspiracy which has been brewing ever since I began introducing certain progressive measures of benefit to the common man and woman of India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണത്തിനെതിരെ ജനങ്ങളിൽ നിന്നും സ്വന്തം പാർട്ടിയിൽ നിന്നും ഉയർന്ന രോഷം അമർച്ച ചെയ്യാനും തന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയ അലഹാബാദ് ഹൈക്കോടതി വിധി മറികടക്കുവാനുമാണ് ഇന്ദിരാഗാന്ധി 1975 ജൂൺ 25-ന് അടിയന്തരാവസ്ഥ രാജ്യത്ത് പ്രഖ്യാപിച്ചത്. അതും ത്രിസന്ധ്യ സമയം നോക്കി എതിർസ്വരങ്ങളെ നിർഭയം അടിച്ചമർത്തി അധികാരമുറപ്പിക്കാൻ ഭരണഘടനയുടെ 352 വകുപ്പ് അനുസരിച്ച് നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ രാജ്യത്തെ പൗരാവകാശ നിയമങ്ങളെല്ലാം റദ്ദാക്കി. കോടതിയെ സമീപിക്കുവാനുള്ള ജനങ്ങളുടെ അവകാശവും നിരോധിക്കപ്പെട്ടു. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങൾക്ക് കനത്ത സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും ചെയ്തതോടെ ജനാധിപത്യം ഏകാധിപത്യത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. ചരിത്രത്തിലെ രക്തരൂക്ഷിതമായ ആ ഇരുണ്ട നാളുകൾ കേരളത്തിനും പൊള്ളുന്ന ഓർമ്മകളാണ് സമ്മാനിച്ചത്. കോഴിക്കോട് REC എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ രാജൻ, അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ, വർക്കല വിജയൻ എന്നിവരുടെ ദുർമരണങ്ങളുടെ ശാപാഗ്നി 40 വർഷങ്ങൾക്ക് ശേഷവും കേരള പോലീസിനെ വേട്ടയാടുകയാണ്. വയനാട് സ്വദേശിയും ചരിത്രകാരനുമായ ഇബ്രഹാം ബെൻഹർ അടിയന്തരാവസ്ഥയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളിൽ ഒരാളാണ്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ പേരിലാണ് നിരപരാധിയായ ബെൻഹറെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കക്കയം പോലീസ് ക്യാമ്പിൽ വെച്ച് ഏൽക്കേണ്ടി വന്ന പോലീസിന്റെ നിഷ്ഠൂരമായ മർദ്ദനമുറകളെക്കുറിച്ചുള്ള ഓർമ്മകൾ ബെൻഹറെ ഇന്നും വേട്ടയാടുന്നു. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വീട്ടിൽ വന്നിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കായണ്ണ പോലീസ് സ്റ്റേഷൻ നിങ്ങളൊക്കെ കൂടി തടിച്ചു തകർത്ത് വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞ ഇയാൾ ഭയങ്കരമായിട്ട് അലറുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവരാദ്യമായിട്ട് എൻ്റെ ഷർട്ടും കുപ്പായം എല്ലാം മാറ്റി പിടിച്ച് ബെഞ്ചിൽ കിടത്തി കൈകാലുകൾ ബന്ധിച്ചു. ശേഷം ചൂരലിൽ വെച്ചിട്ട് എൻ്റെ കാലിൻ്റെ അടി വെള്ളയിൽ അടിച്ചു. ഒരു ചൂരലും പൊട്ടി, എൻ്റെ കാലും പൊട്ടി. ഇരുമ്പലൊക്കെ പൈപ്പ് അതിശക്തമായിട്ടുള്ള പൊട്ടണം. കാലിൻ്റെ തുടയിൽ പൊട്ടുന്ന ഒരു രീതിയിലാണ്. കാലിലെ മാംസങ്ങൾ ഇത് ബന്ധനങ്ങൾ വിട്ടു. കാലിൻ്റെ ഈ തുടയുടെ മാംസങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടക്കുക, ആടിൻ്റെ പിണ്ടം പോലെ. അപ്പോൾ ഇവരെന്നോട് ചോദിക്കും, നീ എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കി, ഇന്ന ആൾക്കാർ വേണുവിനെ അറിയോ ദാമോദരനെ അറിയോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം ഞാനൊരു നക്സലൈറ്റ് അല്ല. വേദന എന്ന് പറയുന്ന പാരമ്യത്തിലേക്ക് എത്തുകയാണ്. രാജൻ സംഭവത്തിലെ പ്രധാന സാക്ഷിയായിരുന്ന ഇബ്രഹാം ബെൻഹറിന്റെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നത്. എന്നെ ആദ്യത്തെ ഷെഡിലേക്ക് കൊണ്ടുവച്ചു. ആ ഷെഡിനകത്തിൻ്റെ വടക്കേ അറ്റത്തെ മൂലയിൽ ലക്ഷ്മണ, മധുസൂദനൻ, ജയറാം പടിക്കലും മുരളീകൃഷ്ണദാസ് കസേരയിൽ ഇരുന്നുകൊണ്ട് ഇവരെന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ പടിഞ്ഞിരിക്കുക. ആ സമയത്താണ് ഒരു പോലീസുകാരൻ പറഞ്ഞത്, സാറേ അവൻ ബോധം കിട്ടുപോയി. ആ സമയം അത് രാജനായിരുന്നു. ഇത് കൃത്യമായിട്ടും 76 മാർച്ച് 1-ാം തീയതി ഒരു 12:30 ഒരു സമയത്ത്. ആ സമയത്ത് ഞാൻ അവിടെയുണ്ട്. ആ സമയത്താണ് ഞാൻ കൊല്ലപ്പെട്ടു. 1-ാം തീയതി അന്ന് രാത്രി രാജൻ്റെ മൃതദേഹം ഇതിൽ വെച്ച് തന്നെ അവൻ്റെ ചാക്കഴിച്ച് ചാക്കിനകത്ത് വയറ്
കീറി, കുത്തിക്കീറി. മൃതദേഹത്തിൻ്റെ വയറ് കുത്തിക്കീറിയാൽ വെള്ളം കയറിയാൽ പൊന്തില്ല. അങ്ങനെ ഈ ചാക്കോട് കൂടിയിട്ട് ഈ മൃതദേഹം കോരപ്പുഴയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് മർദ്ദനമേൽക്കേണ്ടി വന്ന നൂറുകണക്കിന് നിരപരാധികൾക്ക് പെൻഷനെങ്കിലും നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബെൻഹർ ആവശ്യപ്പെട്ടു. ദേശീയ അടിയന്തരാവസ്ഥയാണ് ദേശീയ പെൻഷൻ അടിയന്തരാവസ്ഥ പീഡിതർക്ക്, ഇനിയും മരിച്ചിട്ടില്ലാത്തതായിട്ടുള്ള അടിയന്തരാവസ്ഥ പീഡിതർക്ക് പെൻഷൻ കൊടുക്കണം. ഒരു സാക്ഷിപത്രം കൊടുക്കണം, താമ്രപത്രം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല, സാക്ഷിപത്രം. അടിയന്തരാവസ്ഥയുടെ സാധ്യത ഇനിയും തള്ളിക്കളയുവാനാവില്ലെന്ന് BJP നേതാവ് LK അദ്വാനി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയുടെ പ്രതിഫലനമാണ് ആ വ്യാഖ്യാനമെങ്കിലും ആ ഇരുണ്ട കാലത്തിൻ്റെ അനുഭവങ്ങളുള്ള അദ്വാനിയുടെ വാക്കുകൾ ഒരു മുന്നറിയിപ്പാണ്.